വർഗീയതയും നുണയുമില്ലെങ്കിൽ പിന്നെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടോ? അത് സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്നതാണ്. നുണയില്ലാതെ നരേന്ദ്രമോദി ഇല്ല. ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയം അത് അതിൻ്റെ ഭാരതത്തിൻ്റെ ദേശീയതയാണ് പ്രഖ്യാപിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിനു വേണ്ടിയും CAA എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനു വേണ്ടിയും ഉറച്ചു നിൽക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. ആദരണീയനായ ഗോപാലകൃഷ്ണ, അങ്ങേക്ക് എൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അറിയണമല്ലേ? നല്ല കാര്യം. കാരണം എന്താണ്? അങ്ങ് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും എൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ സംബന്ധിച്ചും അങ്ങ് ആക്ഷേപം ഉന്നയിക്കും. അങ്ങേക്ക് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താണ്? അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആ ആക്ഷേപം ഉന്നയിക്കാനുള്ള അങ്ങയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇന്ത്യയിലെ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികളായ തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നതല്ല എൻ്റെ കുഞ്ഞ്. ഏത് മനുഷ്യനെയും ഒരേപോലെ കാണണമെന്നും എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കണമെന്നും ഇപ്പോഴും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായ അച്ഛനും അമ്മയ്ക്കും പിറന്ന കുഞ്ഞാണ്